കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 83-ാം അധ്യായം. നമ്മളിപ്പോ ലക്ഷ്മണയുടെ തന്നെയാണല്ലോ പറയണത് അല്ലേ. വളരെ വിഷമമുള്ള ഒരു മത്സരമാണ്. കാരണം പിന്നെ പുറത്ത് തിരിയണ ഒരു യന്ത്ര മത്സ്യത്തിനെ അതിന്റെ നിഴല് നോക്കി, വെള്ളത്തിലത്തെ നിഴല് നോക്കിയിട്ട് അതിനെ മുറിക്കണം. അപ്പോ കുറെ ആൾക്കാർക്ക് പറ്റിയില്ല. പറഞ്ഞത് നമ്മൾ ലാസ്റ്റ് ശ്ലോകത്തിൽ പറഞ്ഞ എന്താ വെച്ചാൽ അർജുനന് പോലും പറ്റിയില്ല. ഒന്ന് സ്പർശിച്ചു, അർജുനന് മനസ്സിലായി ചെയ്യാൻ പറ്റുന്നൊക്കെ തോന്നി, നിഴല് നോക്കി ചെയ്തു. ചെയ്തപ്പോ പക്ഷെ ജസ്റ്റ് തൊട്ടേ ഉള്ളൂ, മുറിച്ചില്ല അതിന്. ഇനി 25 വായിക്കാം. അർജുനനും കൂടി പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് 25 കേട്ടോ. രാജന്യേഷു നിവൃത്തേഷു ഭഗ്നമാനേഷു മാനിഷു ഭഗവാൻ ധനുരാധായ സജ്ജം കൃത്വാഥ ലീലയാ. രാജന്യേഷു, അന്യ രാജാക്കന്മാരൊക്കെ നിവൃത്തേഷു എല്ലാവരും തോറ്റു മടങ്ങിയപ്പോ മാനിഷു അഹങ്കാരികൾ, ഭഗ്നമാനീഷു എല്ലാവരുടെ അഹങ്കാരവും അടങ്ങി. എല്ലാവർക്കും ഞാൻ കേമന്മാരാണെന്ന് പറഞ്ഞ് വന്നവർക്ക് ഒന്നും പറ്റിയില്ലല്ലോ. അപ്പൊ അവര് അഹങ്കാരമൊക്കെ ശമിച്ചു. അപ്പോ ആർക്കും പറ്റില്ല, അർജുനന് പോലും പറ്റാത്ത സമയത്ത് ഭഗവാൻ ധനു വില്ലിനെ ആദായ എടുത്തിട്ട്, നിഷ്പ്രയാസം എടുത്തിട്ട് ലീലയ ഒരു കളിയായിട്ട് അല്ലേ, സജ്ജം കൃത്വ ഞാണ് കെട്ടിയിട്ട് തസ്മിൻ സന്ധായ വിശിഖം മത്സ്യം വീക്ഷ സകൃജ്ജലെ ചിത്വേഷണാപാതയത്തം സൂര്യേചാഭിജിതി സ്ഥിതേ. എന്നിട്ടോ അങ്ങനെ ഞാണ് കെട്ടിയിട്ട് അടുത്ത ശ്ലോകം കൂടി ഒന്നിച്ച് ചെയ്യാം. തസ്മിൻ അതിൽ വിശിഖം ബാണത്തെ, അതായത് ഞാണ് വലിച്ചു കെട്ടിയിട്ട് അമ്പിനെ, സന്ധായ മീൻസ് തൊടുത്തിട്ട്, നമ്മളെ ഞാൻ വലിച്ചു കെട്ടി അമ്പ് തൊടുത്ത് മത്സ്യത്തെ സകൃത് ഒരിക്കൽ ജലെ വെള്ളത്തിൽ വീക്ഷ, അതായത് നേല് നോക്കിയിട്ട് ഇഷുണ ഈ അമ്പുകൊണ്ട് ചിത്വ മുറിച്ചിട്ട് സൂര്യൻ അഭിജിത്ത് എന്ന മുഹൂർത്തത്തിൽ സ്ഥിതേ നിൽക്കുമ്പോൾ തം അതിനെ അപാതയത് പതിപ്പിച്ചു, അതായത് മുറിച്ചിട്ടു. ഇതിപ്പോ രണ്ടും കൂടി പറയാച്ചാല് 25-ഉം 26-ഉം കൂടി നമുക്ക് ഒന്നിച്ച് പറയാണ് നല്ലത്. അപ്പൊ എന്താ വെച്ചാല് ഈ ഭയങ്കര അഹങ്കാരികളായിട്ടുള്ള രാജാക്കന്മാരൊക്കെ വന്നു. എന്നിട്ട് അവരുടെ അഹങ്കാരമൊക്കെ ശമിച്ചു. കാരണം വലിയ കേമന്മാരാണ്, എനിക്ക് നിഷ്പ്രയാസം പറ്റുന്നുള്ള നാട്ടിൽ വന്നിട്ട് ഒന്നും പറ്റിയില്ലല്ലോ ആർക്കും. അർജുനടക്കം പറ്റിയില്ലല്ലോ. അവരെല്ലാവരും പിന്നെ അപമാനിതരായിട്ട് മടങ്ങിയപ്പോ ഭഗവാൻ വില്ലെടുത്ത്, അപ്പൊ എല്ലാവരും അവര് ഒക്കെ മടങ്ങി, എല്ലാവരും അഹങ്കാരികളൊക്കെ മടങ്ങി പറഞ്ഞു. അപ്പൊ ഭഗവാൻ വില്ലെടുത്ത് ശരിക്കും ഒരു കളി തമാശ പോലെ നിഷ്പ്രയാസം ലീലയാ ഞാണ് കെട്ടി അമ്പ് തൊടുത്ത് ഈ മത്സ്യത്തിന്റെ പ്രതിബിംബം വെള്ളത്തില് ആ നേല് നോക്കിയിട്ട്, പിന്നെ സൂര്യൻ അഭിജിത്ത് മുഹൂർത്തത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയത്ത് ആ മത്സ്യത്തിനെ തന്റെ അമ്പുകൊണ്ട് മുറിച്ച് താഴത്തേക്കിട്ടൂന്ന്. അതാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് അഭിജിത്ത് മുഹൂർത്തം വെച്ചാല്, ഈ ഉത്രാടത്തിന്റെ അവസാനവും, ഉത്രാടം തിരുവോണവും 2 നാളുകൾ എടുത്താല് ഉത്രാടത്തിന്റെ അവസാനത്തെ പാദവും, അതായത് 4 ഓരോ നാളിന് 4 ഞാൻ ധരിച്ചിരിക്കുന്നത്. അപ്പൊ ഉത്രാടത്തിന്റെ അവസാനത്തെ പാദവും തിരുവോണത്തിന്റെ ആദ്യത്തെ പാദം മുഴുവൻ ആദ്യത്തെ 4 നാഴികയും ചേർന്നതാണ് അത്ര അഭിജിത്ത് മുഹൂർത്തം. ആ മുഹൂർത്തത്തിൽ ഒക്കെയാണ്, അതെനിക്കറിയില്ല അതിനത്ര പ്രാധാന്യം ഉണ്ടോന്ന്. നല്ല മുഹൂർത്താവും, അതാണ് പറയണത്. എന്തായാലും നല്ല മുഹൂർത്തത്തില് അത് മുറിച്ച് താഴ്ത്തിട്ടു എന്നാണ് പറയണത് കേട്ടോ. അഭിജിത്ത് മുഹൂർത്തം നമ്മൾ പല ദിക്കിൽ ഇങ്ങനെ വായിച്ചിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ട്, വളരെ വിശേഷമാണ്. അപ്പൊ അതെന്താ വെച്ചാ ഉത്രാടം തിരുവോണം എന്നുള്ള നാളെ ഉത്രാടത്തിന്റെ അവസാനത്തെ പാദവും തിരുവോണത്തിന്റെ ആദ്യത്തെ 4 നാഴികയും എന്നൊക്കെയാണ് ഞാൻ ഒരു പുസ്തകത്തിൽ കണ്ടു. അത് വേറൊരു പുസ്തകത്തിലും കണ്ടു അതന്നെ. അപ്പോ ആ അഭിജിത്ത് മുഹൂർത്തത്തില് ഭഗവാൻ എല്ലാവരും തോറ്റു മടങ്ങിയപ്പോ വേഗം വന്ന് ഒരു വിഷമവും ഇല്ലാതെ ലീലയാ നിഷ്പ്രയാസം ആ വില്ലെടുത്ത് കൊലച്ച് ആ വെള്ളത്തിൽ അതിന്റെ നേല് നോക്കി ആ മത്സ്യത്തിനെ മുറിച്ചിട്ടു, താഴ്ത്തിട്ടു. അങ്ങനെ അത് നല്ല ശുഭമുഹൂർത്തത്തിലാണ് ഭഗവാൻ ചെയ്തത്. ശുഭമുഹൂർത്തത്തില് അമ്പുകൊണ്ട് ആ ലക്ഷ്യം മുറിച്ച് താഴെയിട്ടു. 25-ഉം 26-ഉം വായിക്കാം.
രാജന്യേഷു നിവൃത്തേഷു ഭഗ്നമാനേഷു മാനിഷു ഭഗവാൻ ധനുരാദായ സജ്യം കൃത്വാഥ ലീലയാ തസ്മിൻ സന്ധായ വിശിഖം മത്സ്യം വീക്ഷ്യ സകൃജ്ജലേ ഛിത്വേഷുണാപാതയത്തം സൂര്യേ ചാഭിജിതി സ്ഥിതേ. സൂര്യൻ അഭിജിത്ത് എന്ന മുഹൂർത്തത്തിൽ നടത്താം. അതുപോലെ അത് മുറിച്ചിട്ടു. 27 ദിവി ദുന്ദുഭയോ നേതുർ ജയശബ്ദയുതാ ഭുവി ദേവാശ്ച കുസുമാസാരൻ മുമുചുർഹർഷവിഹ്വലാഹ. വേറെ ആർക്കും സാധിക്കാത്തല്ലേ. അപ്പൊ ദേവന്മാരൊക്കെ പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്തു. ദിവി ദ്യോവിൽ ദുന്ദുഭയ, അതായത് ദേവന്മാര് വാദ്യങ്ങളെ മുഴക്കി, ദുന്ദുഭിനാദ വാദ്യങ്ങൾ മുഴക്കി. ഭുവി ഭൂമിയിൽ ജയശബ്ദയുതാഹ, ജയശബ്ദങ്ങളോട് കൂടിയവയായിട്ട് നേതു മുഴങ്ങി. ഭൂമി ഭഗവാന്റെ ആൾക്കാരൊക്കെ സന്തോഷമായി, അവരും ജയശബ്ദം മുഴക്കി. ദേവാഹ ച, ദേവന്മാരും ഹർഷവിഹ്വല, വളരെ സന്തോഷ പരവശരായിട്ട് കുസുമാസാൻ, പുഷ്പവർഷങ്ങളെ മുമുച്ചു, വർഷിച്ചു, പുഷ്പങ്ങൾ വർഷിച്ചു, പുഷ്പവൃഷ്ടി ചെയ്തു. ആകാശത്തില് ദേവന്മാരെ ദുന്ദുഭി വാദ്യങ്ങളൊക്കെ മുഴക്കി, ഭൂമിയിലും ഭഗവാനെ ആൾക്കാരൊക്കെ ജയശബ്ദം മുഴക്കി ദേവന്മാരെ സന്തോഷായിട്ട് പുഷ്പവൃഷ്ടിയും ചെയ്തു. ദിവി ദുന്ദുഭയോ നേതുർജയശബ്ദയുതാ ഭുവി ദേവാശ്ച കുസുമാസാരാൻ മുമുജുർഹർഷവിഹ്വലാഹ. 28 തദ്രംഗമാവിശമഹം കളനൂപുരാഭ്യാം പദ്ഭ്യാം പ്രഗൃഹ്യ കനകോജ്വലരത്നമാലാം നൂത്നേ നിവീയ പരിധായ ച കൗശികാഗ്രേ സവ്രീഡഹാസവദന കബരീധൃതസ്രക്. എന്താ പറയണ? കളനൂപുരാഭ്യാം, അതായത് നല്ല നല്ല ശബ്ദം ഉണ്ടാക്കുന്ന പാദസരങ്ങളുള്ള, പദ്ഭ്യാം അങ്ങനത്തെ നല്ല പാദങ്ങളോടുകൂടി, കനകോജ്വല രത്നമാല സ്വർണം കൊണ്ട് ശോഭിക്കുന്ന രത്നമാലയെ പ്രഗൃഹ്യ എടുത്തിട്ട് കയ്യിൽ പിടിച്ചിട്ട്, നൂത്നേ പുതിയ, കൗശികാഗ്രേ രണ്ട് പട്ടുവസ്ത്രങ്ങളെ, നിവിയ നിവർത്തിയിട്ട്, പരിധായ ധരിച്ചിട്ട്, സവ്രീഡഹാസവദന ലജ്ജയോടും മന്ദഹാസത്തോടും കൂടിയ മുഖത്തോടു കൂടിയവളായി ലക്ഷ്മണേ ഈ വധു. കബരീധൃതസ്രക് തലമുടിയില് ഉള്ള മാലയോട് കൂടിയവളായിട്ട്, അതായത് മാലയൊക്കെ കെട്ടൂലോ വിവാഹത്തിനൊക്കെ നമ്മൾ മാല കൊണ്ടൊക്കെ തല അലങ്കരിക്കൂലോ. അഹം ഞാൻ തദ് രംഗം, ആ രംഗത്തെ ആവശ്യം പ്രാപിച്ചു. ലക്ഷ്മണ പറയുകയാണല്ലോ. അപ്പൊ പറയാണ് സന്തോഷായി, ഭഗവാനെ ഭർത്താവായിട്ട് ലഭിച്ചിട്ടുള്ള സന്തോഷം കൊണ്ടേ എന്താ അവനവൻ ചെയ്തതെന്ന് പറയാണ് ലക്ഷ്മണാട്ടോ. അപ്പോ ഞാൻ നല്ല പാദസരമൊക്കെ ധരിച്ച് നല്ല നല്ല രസത്തിലുള്ള ശബ്ദം ഉണ്ടാക്കണ പാദസരങ്ങൾ അല്ലെങ്കിൽ ചെലമ്പൊക്കെ ഇട്ടിട്ട് സ്വർണമണികളെ കൊണ്ട് ശോഭിക്കുന്ന രത്നമാലയും കയ്യിൽ പിടിച്ച് വരണമാല്യം, പുതിയ രണ്ട് പട്ട് സാരി നിവർത്തി ഉടുത്ത്, ലജ്ജ കൊണ്ട് മുഖമൊക്കെ താഴ്ത്തി, മന്ദഹസിച്ചുകൊണ്ട് തലമുടിയിൽ പൂമാലയൊക്കെ ചൂടിയിട്ട് ഞാൻ ആ സമയത്ത് ആ രംഗത്തിലേക്ക് പ്രവേശിച്ചു. ലക്ഷ്മണ പറയാണ് അവനവന്റെ കാര്യം കേട്ടോ. അതാണ് 28 വിവാഹം കഴിക്കാൻ ഭഗവാനെ കിട്ടിയെന്നുള്ള സന്തോഷമായി. ഭഗവാന് മാത്രമല്ലേ പറ്റിയുള്ളൂ. അപ്പൊ വളരെ സന്തോഷമായി ലക്ഷ്മണയ്ക്ക്. ഭഗവാനെ വിവാഹം കഴിക്കണം തന്നെയായിരുന്നു ആഗ്രഹം. തദ്രംഗമാവിശമഹം കളനൂപുരാഭ്യാം പദ്ഭ്യാം പ്രഗൃഹ്യ കനകോജ്വല രത്നമാലാം. വർണ്ണമാല്യം രത്നം കൊണ്ടുള്ളതാണ് കേട്ടോ. കനകവും രത്നവും സ്വർണവും രത്നവും കൂടിയിട്ടുള്ളതാണ്. നൂത്നേ നിവീയ പരിധായ ച കൗശികാഗ്രേ സവ്രീഡഹാസവദനാ കബരീധൃതസ്രക്. തലമുടിയിലെ മാലയ്ക്ക് ചൂടി പിന്നെ നല്ല പട്ടു സാരി കൊടുത്തിട്ട് ഞാൻ രംഗത്തൊക്കെ എത്തി. ഇനി 29 ഉന്നീയ വക്ത്രമുരു കുന്തള കുണ്ടലത്വിഡ് ഗണ്ഡസ്ഥലം ശിശിരഹാസ കടാക്ഷമോക്ഷൈ രാജ്ഞോ നിരീക്ഷ പരിദർശനകൈർമുരാരേ അംസേനുരക്തഹൃദയാ നിദധേ സ്വമാലാം. ഉരു കുന്തള കുണ്ടല ത്വിഡ്ഗണസ്ഥലം എന്താണ്? ധാരാളം നല്ല ഉള്ളുള്ള തലമുടിയോടും പിന്നെയോ കുണ്ടലങ്ങൾ, അതായത് കാതിലത്തെ ആ കുണ്ടലങ്ങളുടെ ശോഭ കവിളത്തിങ്ങനെ കാണാനുണ്ട്. അതുമുണ്ട്. അതായത് നല്ല കട്ടിയുള്ള തലമുടിയോട് കൂടിയതും കാതിൽ തൂങ്ങിക്കിടക്കുന്ന ഈ കുണ്ടലങ്ങളുടെ പ്രതിഫലിച്ച് കുണ്ടലങ്ങളുടെ ശോഭ കൊണ്ട്
വളരെ മനോഹരമായിരിക്കുന്ന കവിൾത്തടങ്ങളോടും വക്ത്രം അങ്ങനെയുള്ള മുഖത്തെ ഉയർത്തി. ലജ്ജയാണല്ലോ, അപ്പൊ താഴ്ത്തിട്ടാണ് വന്നതേ. അപ്പൊ ആ മുഖം ഒന്ന് ഉയർത്തിയിട്ട് ശിശിരഹാസ കടാക്ഷ മോക്ഷൈഹി, എല്ലാവരുടെയും ദുഃഖത്തിനെ തീർക്കുന്ന മന്ദഹാസത്തോടുകൂടിയ നോട്ടങ്ങൾ കൊണ്ട് പരിതഹ, നാലു ഭാഗത്തും രാജാക്കന്മാരെ നിരീക്ഷ, അവിടെ വന്ന രാജാക്കന്മാരൊക്കെ നോക്കിയിട്ട് ശനകൈഹി പതുക്കെ അനുരക്ത ഹൃദയ, അനുരാഗം നിറഞ്ഞ ഹൃദയത്തോടു കൂടിയ ഞാൻ മുരാരിയുടെ ചാരാണ് ഭഗവാന്റെ അംസേ ചന്ത കഴുത്തിൽ സ്വമാലാം സ്വന്തം ആ വർണ്ണമാല്യത്തെ നിദധേ അർപ്പിച്ചു. അതാണ് ഇതിൽ പറഞ്ഞ ആ വിവാഹം എങ്ങനെയാണ് സന്തോഷായിട്ട് വിവാഹം ഭഗവാന്റെ കഴുത്തില് മാല ഇട്ടത് തന്നെയാണ് അതിൽ പറയുന്നത് കേട്ടോ. ഏതായാലും 29 അതായത് നല്ല കട്ടിയുള്ള ഉള്ളുള്ള തലമുടിയോടും പിന്നെ കുണ്ടലത്തിന്റെ കാതിൽ ആടിക്കിടക്കണ കുണ്ടലത്തിന്റെ ശോഭ കൊണ്ട് വളരെ മനോഹരമായിരിക്കുന്ന പിന്നെ കവിൾത്തടങ്ങളോടും ഉള്ള മുഖം ഉയർത്തിയിട്ട് മന്ദഹസിച്ചുകൊണ്ട് ഉള്ള കടാക്ഷത്താൽ അവിടെ വന്ന് നിൽക്കുന്ന എല്ലാ രാജാക്കന്മാരെയും ഒന്ന് നോക്കി, അവരൊക്കെ തോറ്റ് ഇരിക്കണവരാണല്ലോ, അവരെ നോക്കിയിട്ട് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഭഗവാനിൽ അങ്ങേയറ്റം അനുരാഗത്തോടു കൂടിയ ഞാൻ അദ്ദേഹത്തിന്റെ കഴുത്തില് വർണ്ണമാല്യം ചാർത്തി എന്ന് പറയാണ്. ഉന്നീയ വക്തമുരു കുന്തള കുണ്ടലത്വിഡ്ഗണ്ഡസ്ഥലം ശിശിരഹാസ കടാക്ഷ മോക്ഷൈഹി രാജ്ഞോ നിരീക്ഷ പരിദർശനകൈർമുരാരേരംസേരനുക്ത ഹൃദയാ നിദധേ സ്വമാലാം. മുരാരിയുടെ കണ്ടത്തില് മാല ഇട്ടു ഞാൻ. ലക്ഷ്മണയുടെ വിവാഹമാണ് ഏറ്റവും വിസ്തരിച്ച് പറയണത് അല്ലെ. ബാക്കിയുള്ളവരൊക്കെ രുക്മിണിയൊക്കെ ഒരു ശ്ലോകത്തിലേ പറഞ്ഞുള്ളൂ പാഞ്ചാലിയോട്. ലക്ഷ്മണ വിസ്തരിച്ച് പറഞ്ഞു. ഇനി 30 താവന്മൃദംഗപടഹാഹ ശംഖഭേര്യാനകാദയ നിനേ ദുർനടനർത്തക്യോ നനു ദുർഗായ കാജഗുഹു. താവത് അപ്പോൾ, അതായത് ഈ ലക്ഷ്മണ ഭഗവാന്റെ കഴുത്തിൽ വർണ്ണമാല്യം അണിഞ്ഞപ്പോൾ മൃദംഗപടഹ, മൃദംഗവും ബാക്കിയുള്ള പിന്നെ നാദസ്വരവും ഒക്കെ ശംഖഭേര്യാനകാദയ, ശംഖഭേരി ആനകം എല്ലാം ഓരോ പിന്നെ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതൊക്കെ നിനേതു എല്ലാവരും ശബ്ദിച്ചു. നടനർത്തക്യ, അതായത് ഈ നടന്മാരും ഡാൻസ് ചെയ്യണവരും നർത്തകന്മാരും ഒക്കെ നർത്തകികളും നൃത്തം ചെയ്തു. ഗായകാഹ, പാട്ടുകാര് ജഗു പാടി. അപ്പോ ലക്ഷ്മണ ഭഗവാനെ വർണ്ണമാല്യം അണിയിച്ച സമയത്ത് മൃദംഗവും ബാക്കി എല്ലാ വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കി. പിന്നെ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ പിന്നെ ഡാൻസൊക്കെ കളിച്ചു, നൃത്തം ചെയ്തു. പാട്ടുകൾ അറിയണവര് പാട്ട് പാടി. താവന്മൃദംഗപടഹ ശംഖഭേര്യാനകാദയ നിനേ ദുർനടനർത്തക്യോ നനു ദുർഗായ കാജഗുഹു. 31 ഏവം വൃതേ ഭഗവതി മയേശേ നൃപയൂഥപാഹ ന സേഹിരേ യാജ്ഞസേനി സ്പർദ്ധന്തോ ഹൃച്ഛയാതുരാഹ. യാജ്ഞസേനി എന്ന് പറഞ്ഞാൽ ദ്രൗപദി വിളിക്കുകയാണ്. ഹേ ദ്രൗപദി, ഏവം ഈ വിധം ഭഗവതി, ഭഗവാനായ ഈശേ, ഭഗവാൻ മയ എന്നാൽ വൃതേ, എന്നാൽ വരിക്കപ്പെട്ടപ്പോൾ, വൃതേച്ച എന്താ, എന്നാൽ ഇങ്ങനെ ഭഗവാൻ വിവാഹം ചെയ്യപ്പെട്ടപ്പോൾ സ്പർദ്ധന്തഃ, ദേഷ്യം അതായത് സ്പർദ്ധയുള്ളവരും, ഹൃച്ഛയാതുരാഹ, അതായത് എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്നെ ലഭിക്കാത്തോണ്ടുള്ള ദുഃഖം അനുഭവിക്കുന്നവരും, നൃപയോധപ രാജാക്കന്മാരൊക്കെ ന സേഹിരെ, അവർക്കൊന്നും സഹിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ പറയണം, അന്നത്തെ കാര്യം പറയാണല്ലോ, ഇപ്പൊ ആ വിവാഹം നടന്ന കാര്യം. അപ്പൊ പറയണ, ഹേ ദ്രൗപദി, ഇങ്ങനെ ഞാൻ ഭഗവാനെ അങ്ങോട്ട് വരിച്ചപ്പോ എന്നോടുള്ള അതികഠിനമായിട്ടുള്ള കാമം കൊണ്ട് പരവശരായിട്ടുള്ള ബാക്കി രാജാക്കന്മാരുണ്ടല്ലോ, മത്സരിക്കാൻ റെഡിയായി വന്ന രാജാക്കന്മാർക്കൊന്നും അത് സഹിച്ചില്ല. ഞാൻ ഭഗവാന്റെ കഴുത്തിൽ വർണ്ണമാല ഇടുന്നത് അല്ലെങ്കിൽ ഭഗവാനെ വിവാഹം ചെയ്തത്
എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു വന്ന, എന്നിൽ ഒരുപാട് സ്നേഹം അല്ലെങ്കിൽ എന്നോടുള്ള കാമം കൊണ്ട് പരവശരായിട്ടുള്ള അവിടെ വന്ന ബാക്കി രാജാക്കന്മാർക്കൊന്നും ഞാൻ ഭഗവാനെ വരിച്ചത് സഹിക്കാനായില്ല എന്ന്. ഏവം വൃതേ ഭഗവതി മയേശേ നൃപയൂഥഭാഹ ന സേഹിരേ. ചാ സഹിക്കാൻ പറ്റില്ല അവർക്ക്, അസഹ്യമായിട്ട് തോന്നി. യാജ്ഞസേനി സ്പർദ്ധന്തോ ഹൃച്ഛയാതുരാഹ. 32. മാം താവദ്രഥമാരോപ്യ ഹയരത്ന ചതുഷ്ടയം ശാർഗമുദ്യമ്യ സന്നദ്ധസ്തസ്ഥാവാജൗ ചതുർഭുജ. പക്ഷെ ഭഗവാനോട് ഇപ്പൊ അസഹ്യത തോന്നിയിട്ടുണ്ടാ കാര്യം അല്ലേ? താവത്, അപ്പോൾ ഹയരത്ന ചതുഷ്ടയം, നല്ല കേമായിട്ടുള്ള 4 കുതിരകളോട് കൂടിയ രഥം, തേരിൽ, മാം എന്നെ, ആരെ? ഭഗവാൻ, ആരോപ്യ, എന്നെ 4 നല്ല സ്പീഡുള്ള ശക്തിയുള്ള കുതിരകളെ കൊണ്ട് പൂട്ടിയ തേരിൽ കയറ്റിയിട്ട് ശാർഗം എന്നുള്ള ഭഗവാന്റെ വില്ലിനെ ഉദ്യമ്യ ഉയർത്തിയിട്ട്, പിന്നെ ആർക്കടുത്തേക്ക് പോകാൻ ധൈര്യം ഉണ്ടാവില്ലല്ലോ. സന്നദ്ധ, അതായത് എതിർക്കാൻ സന്നദ്ധനായിട്ട് ചതുർഭുജ 4 കൈകളോടുകൂടിയ ഭഗവാൻ ആജു യുദ്ധത്തിൽ തസ്ഥൗ സ്ഥിതി ചെയ്തു, യുദ്ധത്തിന് ഒരുങ്ങിന്ന്. അതാണ് പറഞ്ഞത്. അവർക്കൊന്നും ഇഷ്ടമായില്ല, അവർക്ക് സഹിച്ചില്ല എന്ന് കണ്ടപ്പോ ഭഗവാൻ എന്നെ നല്ല വിശിഷ്ടമായിട്ടുള്ള 4 കുതിരകളെ പൂട്ടിയിട്ടുള്ള ഒരു തേരിൽ എന്നെ കയറ്റി, എന്നിട്ട് ശാർഗം എന്നുള്ള വില്ല് കയ്യില് റെഡിയായി തന്നോട് എതിർക്കണവരുടെ യുദ്ധത്തിന് സന്നദ്ധനായിട്ട് ശാർഗം എന്നുള്ള ഭഗവാന്റെ വില്ലെടുത്ത് ചതുർഭുജനായിട്ട് അവിടെ യുദ്ധം ചെയ്യാൻ റെഡിയായിട്ട് നിന്നു. ചതുർഭുജനായിട്ടാ, ശരിക്ക് കൃഷ്ണൻ 2 കൈയായിട്ടാണല്ലോ, പക്ഷേ ഇങ്ങനെ ഇവരെ എതിർക്കാൻ വരുന്ന സമയത്ത് ചതുർഭുജനായിട്ട് നിന്നു എന്നാണ് പറഞ്ഞട്ടോ. അതൊരു അത്ഭുതമല്ലേ? സാധാരണ ശാർഗവും ധനുസ്സും ഒക്കെ ഭഗവാൻ ധരിക്കുന്ന സമയത്ത് ചതുർഭുജനാണേ. എന്താ അറിയോ, സാധാരണത്തെ 4 കൈയിൽ നമുക്കറിയാലോ, ശംഖ്, ചക്ര, ഗദ, പത്മല്ലേ ഉള്ളൂ. പക്ഷേ ശാർഗം എന്നുള്ള വില്ല് സാധാരണ കൈ പിടിക്കില്ലേ. അപ്പൊ അതൊക്കെ പിടിക്കുമ്പോ സാധാരണ 4 കൈ 8 കൈയും ഒക്കെ ഉണ്ടാവും. ശരിക്കിപ്പം പ്രോബബിളി ഗദ മാറ്റിയിട്ട് ആ കയ്യിൽ പിടിച്ചിട്ടുണ്ടാവാം ശാർഗം, അല്ലെ? ശംഖും ചക്രവും ഉണ്ടാവും. പിന്നെ അല്ലെങ്കിൽ പത്മം മാറ്റിയിട്ട് ഗദയും ശാർഗവും പിടിച്ചിട്ടുണ്ടാവാം. എന്തായാലും 4 കൈയായിട്ടുള്ള ഭഗവാനായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടാണ് യുദ്ധത്തിന് തയ്യാറായതെന്ന് പറയുന്നുണ്ട്. മാം താവത് രഥമാരോപ്യ ഹയരത്ന ചതുഷ്ടയം ശാർഗമുദ്യമ്യ സന്നദ്ധസ്ഥാവാജൗ ചതുർഭുജ എന്ന് പ്രത്യേകം പറഞ്ഞുല്ലോ. ദാരുകശ്ചോദയാമാസ കാഞ്ചനോപസ്കരം രഥം മിഷതാം ഭൂഭുജാം രാജ്ഞി മൃഗാണാം മൃഗരാടിവ. രാജ്ഞി, ഹേ ദ്രൗപദി വിളിച്ചു പറയാണ്, രാജ്ഞി മിഷതാം, നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഭൂഭുജ, ആ രാജാക്കന്മാരെ ഗണിക്കാതെ, അവരൊക്കെ കണക്കിലെടുക്കാതെ, അവരുടെ അസൂയ നിറഞ്ഞ നോട്ടോ അല്ലെങ്കിൽ അവർക്ക് ആക്രമിക്കാനുള്ള അവരുടെ ആഗ്രഹത്തിനെയോ അവഗണിച്ചുകൊണ്ട്, മൃഗാണാം, അതായത് മാനുകളെ ആദരിക്കാത്ത മൃഗരാട്ടിവം, മാനിനെ കണ്ട സിംഹത്തിന് പേടിയുണ്ടാവുമോ? മാനിനെ അവഗണിക്കുന്ന സിംഹം എന്ന പോലെ കാഞ്ചനോപസ്കരം, സ്വർണക്കോപ്പുകളോടുകൂടിയ രഥം, തേരിനെ, ദാരുക, അതായത് ഭഗവാന്റെ സാരഥിയായിട്ടുള്ള ദാരുകൻ ചോദയാമാസ തെളിച്ചു കൊണ്ടുപോയി. ഭഗവാനല്ല തേര് തെളിക്കണം കേട്ടോ. ഭഗവാൻ ശാർഗൊക്കെ പിടിച്ച് ചതുർഭുജനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് ചെയ്യണം, യുദ്ധത്തിന് സന്നദ്ധനായിട്ട്. അപ്പൊ ദാരുകനോട് തേര് തെളിക്കാൻ പറഞ്ഞു. അപ്പോ ആ സ്വർണം കെട്ടിയിട്ടുള്ള ആ തേരിനെ ഈ അവിടെ നിൽക്കണ മത്സരിക്കാൻ വന്ന രാജാക്കന്മാരെ മുഴുവൻ, എങ്ങനെയാണ് ഒരു സിംഹം നിസ്സാരമായിട്ടുള്ള മാനുകളെ അവഗണിക്കുക, അതുപോലെ അവിടെ മത്സരിക്കാൻ വന്ന രാജാക്കന്മാരെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് ആ തേരിനെ ദാരുകൻ മുമ്പിലേക്ക് തെളിച്ചു കൊണ്ടുപോയി. ദാരുകശ്ചോദയാമാസ കാഞ്ചനോപസ്കരം രഥം, സ്വർണം കെട്ടിച്ച രഥാണ് കേട്ടോ, കാഞ്ചനോപസ്കരാണ്. മിഷതാം ഭൂഭുജാം രാജ്ഞി, ഹേ രാജ്ഞി, നോക്കി നിൽക്കുന്ന എല്ലാ രാജാക്കന്മാരെ അവഗണിച്ച് മൃഗാണാം മൃഗരാടിവ, സിംഹം
മാനുകളെ എന്ന പോലെ അവഗണിച്ച് മുമ്പോട്ട് പോയി. അതായത് ദാരുകനു രഥം തെളിച്ചു. ഇനി 34. തേന്വസജ്ജന്തരാജന്യ നിഷേധും പഥി കേചന സംയത്ത ഉദ്ധൃതേശ്വാസ ഗ്രാമസിംഹാഹ യഥാഹരിം. ഗ്രാമസിംഹം ചെന്താ? ഗ്രാമസിംഹം ചെന്താറിയോ? ഗ്രാമത്തിലെ സിംഹം ഏതാ? പട്ടിയാണ്, നായ്ക്കളെയാണ് നമ്മൾ ഗ്രാമസിംഹം എന്ന് പറയാ. നായ്ക്കളെ. കാട്ടിലത്തെ സിംഹമാണ് ശരിക്കും സിംഹം. ഗ്രാമസിംഹം എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ സിംഹമായിട്ട് നടക്കുന്നത് വെച്ചാൽ ശ്വാക്കളാണ്, അല്ലെങ്കിൽ നായ്ക്കളാണ്. ഹരിം യഥ, സിംഹത്തെ എന്ന പോലെ. അതായത് ഈ പട്ടികൾ സിംഹത്തെ എന്ന പോലെ. കേചനത്തെ രാജന്യ, ആ രാജാക്കന്മാരിൽ ചിലർ പഥി വഴിയിൽ ഹരി ഭഗവാനെ നിഷേധം തടുക്കാനായിക്കൊണ്ട് അന്വസജ്ജന്ത, ചില വിഡ്ഢിയായിട്ടുള്ള രാജാക്കന്മാര് ഭഗവാനെ തടുക്കാൻ വഴിയിൽ വന്നു, പിന്നാലെ വന്നിട്ട് തടുക്കാൻ നോക്കി. സംയത്താഹ, പരിശ്രമിച്ചു. ഉദ്ധൃതേശ്വാസാഹ, അപ്പൊ എന്നിട്ട് അവരുടെ ബാണമൊക്കെ ഉയർത്തിയിട്ട് ഭഗവാനോട് യുദ്ധം ചെയ്യാൻ ശരിക്കും നായ്ക്കള് സിംഹത്തിനോട് എന്ന പോലെ പിന്നാലെ വന്നു എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞ കേട്ടോ. 34. അതായത് ചിലര്, അതിലത്തെ ചിലര് ഭഗവാനെ വഴിക്ക് തടഞ്ഞു നിർത്തിയിട്ട് വില്ലെടുത്ത് എങ്ങനെയാണ് നായ്ക്കള് സിംഹത്തിനെ എന്ന പോലെ ഭഗവാന്റെ നേരെ യുദ്ധം ചെയ്യാൻ തയ്യാറായി നീങ്ങുന്ന. ഒരിക്കലും ജയിക്കാൻ പോണില്ലല്ലോ, നായ സിംഹത്തിന് ജയിക്കുമോ ഇല്ലല്ലോ, അതുപോലെയാണ് അർത്ഥം. 34. തേന്വസജ്ജന്തരാജന്യ നിഷേധും പഥി കേചന സംയത്ത ഉദ്ധൃതേശ്വാസ ഗ്രാമസിംഹ യഥാ ഹരിഹി. ഇനി 35 അല്ലേ? അതെ, ഇതിപ്പോ നോക്കട്ടെ കേട്ടോ, തെറ്റിയോ പേജ്? ഇല്ല, ശരിയാണ്. യഥാ ഹരി. ഇനി 35. തേ ശാർഗച്യുത ബാണൗഖൈ കൃത്തബാഹ്വംഘ്രികന്ധരാഹ നിവേദു പ്രഥനേ കേജിദേകേ സന്ധിഞ്ചദുദ്രുഹു. എന്താ പറയണേ? ശാർഗച്യുത ബാണൗഖൈ, അതായത് ഭഗവാന്റെ വില്ലായിട്ടുള്ള ശാർഗത്തിൽ നിന്ന് പുറപ്പെട്ട അമ്പുകളാൽ കൃത്തബാഹ്വംഘ്രികന്ധരാവ, മുറിക്കപ്പെട്ട അവരുടെ കാലും കയ്യൊക്കെ മുറിഞ്ഞു. ഈ ഭഗവാനോട് യുദ്ധം ചെയ്യാൻ വരണോരോട്, അല്ലാത്തവരൊന്നും ഭഗവാൻ ഒന്നും ചെയ്തില്ല. ഭഗവാനെ തടഞ്ഞിട്ട് വഴിയിൽ തടഞ്ഞ് യുദ്ധം ചെയ്യാൻ വന്നവരുടെ നേരെ ഈ ശാർഗം എന്ന വില്ലിന്ന് പുറപ്പെട്ട ബാണങ്ങള് അവരുടെ കയ്യിനെയും കാലിനെയൊക്കെ മുറിച്ചു. കണ്ഠങ്ങൾ, കഴുത്ത ഇവയോട് കൂടിയ തേ കേജിൽ, അവരിൽ ചിലർ പ്രഥനെ യുദ്ധത്തിൽ നിപേതു, അവിടെ വീണു മരിച്ചു. ഇവരൊക്കെ വിഡ്ഢികള്, നായ്ക്കളെ പോലെ നായ്ക്കൾ സിംഹത്തിനെ യുദ്ധം ചെയ്യാൻ വരണ പോലെ വന്നവരെ. വേറെ ചിലർ സന്ധിഞ്ച, ഒന്ന് യുദ്ധം ചെയ്യാൻ നോക്കിയിട്ട് വേണ്ട ചിപ്പ് മനസ്സിലായി പറ്റില്ല എന്ന് അങ്ങനെ ഉപേക്ഷിച്ചിട്ട് ദുദ്രുവു, ഓടിപ്പോയി, തോറ്റിട്ടേ ഓടിപ്പോയി. അങ്ങനെയും ചിലര്. അപ്പൊ എന്താ പറഞ്ഞാല്, ചില രാജാക്കന്മാര് ഭഗവാന്റെ ഈ വില്ലിന്ന് പുറപ്പെടുന്ന അമ്പുകള് കൊണ്ടിട്ട് അവരുടെ കയ്യും കാലും കഴുത്തും ഒക്കെ മുറിഞ്ഞ് അവിടെ തന്നെ വീണു. ചിലര് ഇത് കണ്ട് പേടിച്ച് ഓടും ചെയ്തു എന്നാണ് പറഞ്ഞേട്ടോ. തേ ശാർഗച്യുത ബാണൗഖൈ കൃത്തബാഹ്വംഘ്രികന്ധരാ നിവേദു പ്രഥനേ കേജിദേകേ സന്ധ്യഞ്ചദുദ്രുഹു. ഒന്നും കൂടി ചെയ്യാം. 36. തതപുരിം യദുപതിരത്യലങ്കൃതാം രവിച്ഛദധ്വജപട ചിത്രതോരണം കുശസ്ഥലിം ദിവി ഭുവി ചാഭി സംസ്തുതാം സമാവിശത്തരണിരിവസ്വകേതനം. തഥ, അതിനുശേഷം യദുപതി, അതായത് ഭഗവാൻ, അത്യലങ്കൃതാം, ഏറ്റവും അലങ്കരിക്കപ്പെട്ടതും, രവിച്ഛദധ്വജപട ചിത്രതോരണം, സൂര്യനെ പോലും മറയ്ക്കുന്ന തരത്തിലുള്ള കൊടികളോടും അലങ്കാരങ്ങളോടും കൂടിയതും, ദിവി, ആകാശത്തിലും, ഭുവി ച, ഭൂമിയിലും, അഭിസംസ്തുത, ഏറ്റവും എല്ലാവരാലും പുകഴ്ത്തപ്പെടുന്നതുമായ, കുശസ്ഥലീം പുരിം, ദ്വാരകയെ, തരണി, സൂര്യൻ, സ്വകേതനം, സൂര്യൻ സ്വന്തം സ്ഥാനത്തെ എന്ന പോലെ, സമാവിശത്, പ്രവേശിച്ചു, ദ്വാരകയിലേക്ക് മടങ്ങിന്ന് നല്ല ഭംഗിയായിട്ട് പറയുക, അത്രേ ഉള്ളൂ. പിന്നെ സൂര്യൻ
അസ്തമിച്ച് അവനവൻ വന്നവിടത്തേക്ക് പോകുന്ന പോലെ എന്നുവെച്ചാൽ സൂര്യൻ അസ്തമിക്കുന്ന പോലെ എന്ന് പറയാം, കാണാതെ ആവൂല. അതുപോലെ ഭഗവാൻ ഏറ്റവും അലങ്കരിച്ചതും സൂര്യനെ മറയ്ക്കുന്ന അത്ര കൊടിക്കൂറകളൊക്കെ പറത്തിയിട്ടുള്ളതും വളരെയധികം അലങ്കരിച്ച് വളരെ മനോഹരമായിരിക്കുന്ന ദ്വാരകയിലേക്ക് ഭഗവാൻ ലക്ഷ്മണനെയും കൂട്ടിയിട്ട് പ്രവേശിച്ചു, അല്ലെങ്കിൽ ദ്വാരകയിലേക്ക് എത്തി എന്ന് പറയാണ്. അപ്പോൾ നമുക്കിവിടെ നിർത്താം. അതായത് കുറച്ച് ശ്ലോകം കൂടി ഉള്ളൂ ശരിക്ക് ഇനി ഈ അധ്യായത്തില്, പക്ഷെ അത് കഴിയില്ല. അപ്പൊ നമുക്ക് 36 വായിച്ചിട്ട് ഇന്ന് നിർത്താം. തതപുരിം യദുപതിരത്യലങ്കൃതാം, നല്ലോണം അലങ്കരിച്ചതാണ് ദ്വാരക എപ്പോഴും. രവിച്ഛത ധ്വജപട ചിത്ര തോരണം, എന്തെല്ലാം തോരണങ്ങളാ. കുശസ്ഥലീച്ച ദ്വാരകയാണ്. കുശസ്ഥലീം ദിവിഭുവി ചാഭി സംസ്തുതാം, എല്ലാവരാലും പുകഴ്ത്തപ്പെടുന്ന കേമാണെന്ന് എല്ലാവരാലും പുകഴ്ത്തപ്പെടുന്ന ദ്വാരകയിലേക്ക്. സമാവിശത്തരണിരിവസ്വകേതനം, സൂര്യൻ സ്വന്തം സ്വധാമത്തിലേക്ക് പോകുന്ന പോലെ ഭഗവാൻ തിരിച്ച് ദ്വാരകയിൽ തന്നെ എത്തി എന്ന് പറഞ്ഞ് നമുക്കിന്ന് ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.